എൻ്റെ പൊന്നാറ മക്കളെ, രാവിലെ തന്നെ 2 പട്ടിക്കാട്ടങ്ങളുടെ പോസ്റ്റും കണ്ടിട്ടാണ് തുടക്കം. ഫേസ്ബുക്ക് രാവിലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആദ്യത്തെ പട്ടിക്കാട്ടത്തിന്റെ പോസ്റ്റ് എന്താ പറയാ, കാത്തിരുന്ന സുദിനം സമാഗമമായെന്ന് പറഞ്ഞിട്ട് ആ ഒന്നാമത്തെ പട്ടിക്കാട്ടം. രണ്ടാമത്തെ പട്ടിക്കാട്ടം പോയിട്ടിരിക്കുന്നത് കൈരളി ടി വിയിൽ കുക്കറി ഷോ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പട്ടിക്കാട്ടം നമ്മളെ മലൻ ടി വിയുടെ എഡിറ്റർ എന്ന് പറയുന്ന നമ്പിയാര്, ആ ആ പട്ടിക്കാട്ടത്തിന്റെ പോസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കുതിര ഉണ്ടല്ലോ, രഞ്ജിത്ത് പണിക്കര്, പണിക്കറിന്റെ പോസ്റ്റ്. അങ്ങനെ 2 പട്ടിക്കാട്ടത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ വീട്ടില് ഇ.ഡിയുടെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ ഒരു മിന്നൽ പരിശോധന രാവിലെ തന്നെ ഉണ്ടായി. അപ്പൊ ഈ 2 പട്ടിക്കാട്ടങ്ങളോടും പറയാനുള്ളത്, പിണറായി വിജയൻ പേടിച്ചെന്ന് അങ്ങ് പറഞ്ഞേക്ക്. മനസ്സിലായ? ചെന്ന് പറഞ്ഞേക്ക്, നിന്റെയൊക്കെ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് പിണറായി വിജയൻ അങ്ങോട്ട് പേടിച്ചു എന്നങ്ങ് പറഞ്ഞേക്ക്. അവ 2 തീട്ടങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇ.ഡി പുറത്തുവിട്ടത്. 16ഓളം പാമ്പോസാണ് പിടിച്ചെടുത്തതെന്നാ പറയണം. 16ഓളം പാമ്പോസ്, ഏകദേശം 17-18 വർഷം പഴക്കമുള്ള പാമ്പോസ് എന്നാ പറയുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സഖാവിന്റെ മോള് വീണ ഉണ്ടല്ലോ, വീണയ്ക്ക് കുഞ്ഞു ജനിച്ച സമയത്ത് വാങ്ങി വെച്ചതാണ് ആ പാമ്പോസ്. അതിപ്പോ പിടിച്ചെടുത്തെന്നാ പറയുന്നത്. ഇ.ഡി അത് കണക്കിൽ കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി മലൻ ടി.വിയുടെ ഇതിൽ വാർത്തയിൽ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഒരു ചർച്ച ഉണ്ടാവുമല്ലോ, പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് 16ഓളം പാമ്പോസ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ വാർത്ത കൊടുത്തു. എന്നിട്ട് അങ്ങോട്ട് ഇതാക്കിക്കോ. അപ്പൊ നിന്നോടൊക്കെ പറയാനുള്ളത്, നീയൊക്കെ പരമ്പിൽ കിടന്ന് മൂത്രമൊഴിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ചുവന്ന കൊടിയും പിടിച്ച് MLA ആയിട്ട് നിയമസഭാ മന്ദിരത്തിൽ കയറിപ്പോയവന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അയാളുടെ അച്ഛന്റെ പേരെന്തരെന്നറിയോ? മുണ്ടയിൽ കോരൻ എന്നാണ്. അയാൾക്ക് പേരിന്റെ മുമ്പിൽ സഖാവെന്നുണ്ട്, പക്ഷെ നിന്റെയൊക്കെ പേരിന്റെ പിന്നിലാണുള്ളത് ഏത്? മറ്റത്. വെളിയിൽ നിന്ന് വിളക്ക് പിടിച്ചു കൊടുത്ത് തമ്പുരാന് വേണ്ടിയിട്ട്. അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോഴേ എന്നോടൊക്കെ പറയാനുള്ളത്, ഇവിടെന്ന് അയാൾക്ക് 4 മുടി പോവാനേ ഉള്ളൂ. നമുക്കറിയാലോ, ഇന്നലെ പൂക്കിയെണ്ണം പോയിട്ട് മറ്റേ നമ്മളെ പ്രധാനമന്ത്രിനെ കണ്ടിട്ട് വന്ന് ഇന്ന് രാവിലെ നമ്മളെ സഖാവിന്റെ വീട്ടിൽ ഒരു റെയ്ഡ്. ഇതൊക്കെ എത്ര കാലം കൊണ്ട് തുടങ്ങിയതാണ്. ഇ.ഡിയും എൻഫോഴ്സ്മെന്റും ചക്കയും കുക്കയും മക്കയും മറിച്ചൊക്കെ കുറെ കാലം കൊണ്ട് അയാളെ വീട്ടിൽ കയറി ഇറങ്ങുന്നതല്ലടാ. ചിലപ്പോ വല്ല പഴയ നിക്കറോ പാമ്പോസോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് വാർത്ത കൊടുക്കടാ. മലൻ ടി.വിക്ക് ഇന്ന് വാർത്തയായില്ലേ. പിന്നെ നമ്മളാ എന്താത് പച്ചക്കുതിര, പച്ചക്കുതിര പണിക്കരെ നിനക്കൊരു വാർത്തയായല്ലോ. വലിയ രാഷ്ട്രീയ നിരീക്ഷകനാ. സത്യം പറഞ്ഞാൽ നീ വെറും അണ്ടി നിരീക്ഷകനാ. ഏത്? പറങ്കിയണ്ടി നിരീക്ഷകൻ. ചാണകത്തിന്റെയൊക്കെ കാര്യം. അണ്ടിമുക്ക് ശാഖയിലെ തീട്ടങ്ങളുടെ വിചാരം പിണറായി വിജയൻ അങ്ങ് ഇ.ഡിനെ വിട്ട് അങ്ങോട്ട് മൂഞ്ചിച്ച് കളയാത്താണ്. മാറിയിരുന്ന് 4 മുടി അങ്ങോട്ട് വലിച്ചണ്ടിരി. അത്രേ ഉള്ളൂ നിന്നോടൊക്കെ പറയാനായിട്ട്. പോയിടാ മക്കളെ.